കേരളത്തിൽ നാച്ചുറലായിട്ട് ഊതുണ്ടായ ഒരു കർഷകനാണ് ഞാൻ. 3 മരം കേരളത്തിൽ കണ്ടിട്ടുണ്ട് നാച്ചുറലായിട്ടുണ്ട്. അതിൽ ഒരു മരത്തിന്റെ നാച്ചുറലായിട്ടുണ്ടായ ഒരു ആളാണ്. ഇനി മൂപ്പര് വീട്ടിലൊരു മരം കൂടി പറയാലോ അല്ലേ? GST ടാക്സ് ഒക്കെ ചെയ്യുന്ന നമ്മൾ സാബു ചേട്ടൻ എന്ന കർഷകന് എന്താണ് കിട്ടി എന്നുള്ളത് ഇപ്പൊ ആ മരത്തിൽ നിന്ന് എനിക്ക് 10 കിലോ ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടി. 10 കിലോ നാച്ചുറൽ ആയതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ റൗണ്ടിൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്ര കൂടുതൽ. ഇതിനെക്കാട്ടിലും വലിയ വണ്ണം ഉണ്ടായിരുന്നു, മരമായിരുന്നു. മരത്തിന്ന് പ്രതീക്ഷിച്ചത് അതായിരുന്നു, നല്ല റൗണ്ടിൽ വരുമെന്നുള്ളത്. നമുക്ക് ഇതും കൂടി കട്ട് ചെയ്തിട്ട് നോക്കാം. അത് ഞാൻ ഗ്രാമിന് അന്ന് 150 രൂപ കിലോയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ സാധനം പുള്ളിക്ക് കൊടുത്തതും ഞാൻ എല്ലാവർക്കും കൊടുത്തതും. ചില നമ്മളെ നാട്ടിൽ അല്ല നമ്മൾ ചെയ്തല്ല, വേറെ ആൾക്കാർ ചെയ്ത് നമ്മളാണ് ഇപ്പൊ ഇത്. സുഹൃത്തുക്കളെ, ഈ കാണുന്നത് സാധാരണ മരമല്ല, ലക്ഷങ്ങൾ വില കിട്ടുന്ന ഊതുമരാണ്. ഇത് നമ്മളിപ്പോൾ നേരെ കയറ്റി വെക്കുന്നത് ഈ ഒരു പിക്കപ്പിലാണ്. നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ രണ്ടത്താണിക്കുള്ള അംസ അഞ്ചുമുക്കലിന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അംസക്കയുടെ വീട്ടിലുള്ള ഊതുമരത്തിന് ഏകദേശം 22 വർഷം പ്രായമുണ്ട്. അത് ഇന്നിവിടെ വെട്ടുകയാണ്. ഫേമസ് ആയിട്ട് നിൽക്കുന്നത് ആസാമിൽ മാത്രമാണ് കൂടുതലുള്ളത്. ആസാം, ചൈന, മലേഷ്യ അങ്ങനെ രാജ്യങ്ങളിലാണ് കൂടുതൽ ഊത് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ കേരളത്തിന് എത്രത്തോളം ചാൻസുകൾ ഉണ്ട് എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അംസക്കാന്റെ വീട്ടിലെത്തുമ്പോൾ ഊതുമരം വെട്ടുന്ന കാഴ്ചയാണ് ഞാൻ ആദ്യം കാണുന്നത്. ഇവിടെ കൂടി നിൽക്കുന്നവരിൽ ഊതിന്റെ ബിസിനസ് കാലങ്ങളായി ചെയ്യുന്നവരുണ്ട്. 30 വർഷങ്ങളായിട്ട് ഊതിൻ്റെ മരം വെട്ടാതെ ഈ മരം വെട്ടിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അവരുടെ വീട്ടിലുള്ള 30 വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന മരങ്ങളൊക്കെ ട്രീറ്റ് ചെയ്ത് വെട്ടാമെന്ന് കരുതിയവരും ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഒരുപാട് പ്രതീക്ഷയിലാണ് ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മരം വെട്ടിക്കഴിഞ്ഞാൽ നല്ല ഊതിൻ്റെ സ്മെല്ലായിരിക്കും എന്നൊക്കെ കരുതുന്നവരും ഈ കൂട്ടത്തിലുണ്ടാകും. അംസക്കാക്ക് എന്തായാലും നല്ല പ്രതീക്ഷ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, ഈ മരം വെട്ടിയപ്പോൾ അത്ര ഊത് ഇതിൽ കാണുന്നില്ല. ഊതുണ്ട്, ഊതില്ല എന്നല്ല, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഊത് ഈ മരത്തിൽ നിന്നും തരം തിരിക്കാനുണ്ട്. ആ തരം തിരിക്കുന്ന രീതിയാണ് കർവിങ് എന്ന് പറഞ്ഞത്. മരുന്ന് വെച്ച അവിടെ ഒന്നും ഇങ്ങനെ മുറിച്ചൂടെ? അവിടെ ഉണ്ടാവില്ല, മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത സ്ഥലത്തൊന്ന് കട്ട് ചെയ്താല് ക്ഷണപ്രകാരം ഞാൻ വന്നതായിരുന്നു. അംസാക്ക എനിക്ക് ഒരു കഷ്ണം തന്നിട്ടുണ്ട്. മരം മുറിച്ചു, ഇനി ഒന്നും കൂടി ഉണ്ട്. എനിക്ക് ഇപ്പൊ നിൽക്കാൻ സമയമില്ലാത്തതിന്റെ പേരിൽ ഞാൻ അംസാക്കാന്റെ സ്നേഹോപകാരം ഏറ്റുവാങ്ങിയിട്ട് പോവാണ്. വളരെ സന്തോഷം അംസാക്ക. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഊതുമരം ഞാൻ കാണുന്നത്. ഒരു കുട്ടി ബ്ലോഗർ ഉണ്ടല്ലോ, പരീക്ഷണ എന്തൊരു പേര്? ഇഷല. ചാനൽ പേരെന്താ? ഇസൽസ് വ്ലോഗ്. സ്ഥലം എവിടെ? സ്ഥലം ഇവിടെ തന്നെ, ഈ വീടിന്റെ അടിയിൽ തൊട്ടടുത്ത് തന്നെ അല്ലേ? അംസക്കന്റെ തൊട്ടടുത്ത് തന്നെ അല്ലേ? കണ്ടു ഞാൻ സാധനം എണ്ണ വന്നിട്ടുണ്ടോ? നമ്മള് ഊത് മരം ഉണ്ടെങ്കിൽ ആ മരത്തിന്റെ ഈ എല്ലാ പാർട്ടും നമുക്ക് ഉപകാരമുള്ളതാണ്. അത് ഊതുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നുള്ളൊരു പാർട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫ് മുതൽ എല്ലാ പാർട്ടും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം അത് ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് കാര്യം ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അംസഖാനായിട്ടുള്ള ആ ഒരു പാർട്ടിൽ നമ്മൾ അംസഖാനായിട്ട് വന്ന് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൽ ഊത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് അംസക്ക അതിനായിരുന്നു റെഡി നമ്മളോട് പറഞ്ഞത്. നമുക്കിത് ഊതില്ലെങ്കിൽ ഇതിന് മാർക്കറ്റ് ഉണ്ട്, ഇതിനൊരു വാല്യൂ ഉണ്ട്. ഈ ഒരു ഊതില്ലാത്ത മരത്തിന് ഇതിന് കുറേ ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോകം നമ്മളെ ശ്രദ്ധിക്കും. നമുക്ക് അവൈലബിലിറ്റി ഉള്ള പാർട്ടാണത്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന കാരണമാണ് കുറേ പ്രശ്നങ്ങളുള്ളത്. ഇത് സത്യത്തിൽ ഈ സാധനം പൊടിച്ച് ബഹൂറാക്കുക, അഗർബത്തി പറഞ്ഞൊരു സാധനമുണ്ട്. അഗർ എന്ന് പറഞ്ഞ ഊതിൻ്റെ ആ ഒരു പാർട്ടിൽ അഗർബത്തി പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വാല്യൂ ഉണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് നമുക്ക് എല്ലാവർക്കും കാണാവുന്ന ഓപ്പൺ പ്ലേസിലാണ് ഞങ്ങൾ ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. അംസക്കാരുടെ ചാനലിൽ ആ പാർട്ട് ഉണ്ടാവും ക്ലിയർ ആയിട്ട്. അപ്പോൾ നമുക്ക് ഒരു മരത്തിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു, എന്താണ് അതിൻ്റെ ലാഭമുള്ളത്, എങ്ങനെയൊക്കെ ചെയ്താലാണ് ഇത് ഓരോരുത്തർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഒരു മരമുള്ളവർ കുറേ പ്രതീക്ഷിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ പാർട്ടിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതിൻ്റെ എന്തൊക്കെ പ്രൊഡക്റ്റ് വേണം, നമ്മൾ ഹെൽപ്പാക്കും. നമ്മൾ ഫുൾ സപ്പോർട്ടാണ്. നമ്മൾ ഈ ഒരു സാധനം എന്താ പറയുക, തൈകളൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്ന കമ്പനി. ഞങ്ങൾ ഇന്നേവരെ ഒരു ഇനാക്കുലേഷന് ഒരു സ്ഥലത്ത് പോയിട്ടും പൈസ മേടിച്ചിട്ടില്ല. ഒരു പാർട്ടിൽ ഞങ്ങൾ ഒരു കർഷകന് ഞങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങൾ ഇനാക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചിട്ടില്ല. ഞങ്ങളെപ്പോഴും പറയുന്ന പാർട്ടി എന്താണെന്ന് പറഞ്ഞാൽ ഈ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ലാഭം, ഇത് ഊതുണ്ടായാൽ മാത്രമല്ല, ഊതില്ലെങ്കിലും ഊതിൻ്റെ മരം കൊണ്ട് ലാഭമുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടെ പ്രോസസ്സ് ചെയ്ത് കാണിക്കും ഇൻഷാ അള്ളാ.
ആ പാർട്ടിന് ഏകദേശം ഒരു 90 ഡേയ്സിൻ്റെ പ്രോസസ്സ് ഉണ്ടാവും നമുക്ക്, 90 ദിവസത്തെ. അതിൽ ഒരു ഊതുമരത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടി എന്നുള്ളത് നമുക്ക് കാണാം. ഇതിങ്ങനെ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. നമ്മൾ ഈ പാർട്ടിലുണ്ട്, ഇത് ഈ മരം ഉണങ്ങാനും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരെയും എന്താക്കാനല്ല, മത്സരിക്കാനല്ല, നമുക്ക് ലോകത്തെ ഇങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടണം, ലോകം കണ്ടു വരണം. അത് കേരളത്തിൽ അത്രയും സാധ്യതയുള്ള ബിസിനസ്സാണ്. നമ്മളിത് എന്തൊക്കെ ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ ചെയ്യണം, ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റുകൾ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് വാല്യൂ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വിയറ്റ്നാമിലേക്കൊക്കെ സാധനങ്ങൾ അയച്ചിരുന്നു. അവരെന്താ പറയുന്നത്, നമ്മളെ വുഡ് എടുത്തിട്ട് വിയറ്റ്നാമി വുഡ് എന്ന് പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അത്രയും ക്വാളിറ്റി ഉണ്ട് നമ്മളെ വുഡിന്. നമുക്ക് ഇവിടെ ചെയ്യാവുന്ന പാർട്ട് നമ്മളെല്ലാവരും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കമ്പനി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ഈ കാര്യത്തിന്. നമ്മൾ എന്താ പറയുക, നിങ്ങൾ ഇനാക്കുലേഷന് ചാർജ് ചെയ്യണ്ട, നമ്മൾ ആ ഒരു പ്രോസസ്സിന് ചാർജ് ഇല്ല, അത് കഴിഞ്ഞതിന് ശേഷം. പക്ഷേ നിങ്ങൾ ഒറ്റ സമയത്തിന് ഇങ്ങനെ വിളിക്കരുത്, നമ്മൾ ലൈനിലാണുള്ളത്, കുറേ ഉണ്ട്. നമുക്കിപ്പോൾ നാളെ മരം മുറിക്കുന്നുണ്ട്. ഇപ്പോൾ ചൈനയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ മരം സ്കാൻ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നടക്കം കണ്ടെത്തുന്നത്. നമുക്ക് ടെക്നോളജി ആയിട്ടില്ല. അപ്പൊ ഇൻഷാല്ല ആ പാർട്ടിലൊക്കെ ആവും. അതിനുള്ള സംവിധാനങ്ങളുണ്ട്, നമുക്ക് അതിനുള്ള കാര്യങ്ങളുണ്ട്. കുറച്ച് സമയം എടുക്കും. ഇപ്പൊ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ 10 ലക്ഷത്തിൽ കൂടുതൽ മരങ്ങളുണ്ട്. നമ്മുടെ കയ്യിലുണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ മരത്തിന്റെ ഡാറ്റ. അപ്പോൾ ഒരു മരമാണ് ഇവിടെ, അംസക്കയുടെ മരമാണ് ഇവിടെ മുറിക്കുന്നത്. ഈ മരം മുറിച്ചിട്ട് ഇത് പ്രോസസ്സ് ചെയ്ത് ഇതിൽ എന്ത് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ടും ബുഹൂറായാലും ഊതായാലും ഊതിന്റെ ഓയിലായാലും അഗർബത്തി ആയാലും എല്ലാ പ്രോസസ്സും നമ്മൾ ഇതിൽ നിന്ന് കാണിക്കും. അത് പരിപൂർണമായിട്ടും അതിലൊരു പാർട്ട് പോലും വിട്ടുപോകാണ്ട് നമ്മളിത് കാണിച്ച് കർഷകർക്ക്, കുറേ ആൾക്കാർക്കുള്ള ഒരു സൊല്യൂഷൻ അങ്ങനെ കണ്ടാൽ മതി. നമ്മൾ ആ ഒരു പാർട്ടിൽ മാത്രങ്ങൾ എന്താക്കിയാൽ മതി. നമുക്ക് കച്ചവടമുണ്ട്, ഷോപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ പാർട്ടിൽ ഇത് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇപ്പോൾ കുറേ കർഷകർ ഇവിടെ ഉണ്ട്, പ്രസന്റ് ഉണ്ട്. അവരൊക്കെ ഊത് നമ്മൾ മേടിച്ച് അവരൊക്കെ നമുക്ക് മീറ്റാക്കാം. അതാ ഇപ്പോൾ സാബു ചേട്ടാ ഒന്ന് വരൂ. മൂപ്പര് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഊതിന്റെ കർഷകനാണ്. എവിടെ സ്ഥലം? അവിടെ ഞാൻ ആനക്കാമ്പോൽ എന്ന് പറയും, കോഴിക്കോട് ജില്ലയിൽ മുക്കം തിരുവാമ്പാടി ആനക്കാമ്പോലാണ് ഞാൻ എൻ്റെ സ്ഥലം. എനിക്ക് നല്ല ഒരു ഞാൻ 24 വർഷമായി. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ സാബു ചേട്ടനോട്. അതിനൊന്ന്, സാബു ചേട്ടന് ഒരു കർഷകനാണ്. സാബു ചേട്ടൻ ഊത് കേരളത്തിൽ നാച്ചുറലായിട്ട് ഊതുണ്ടായ ഒരു കർഷകനാണ്. ഞാൻ 3 മരം കേരളത്തിൽ കണ്ടിട്ടുണ്ട് നാച്ചുറലായിട്ടുണ്ടായി. അതിൽ ഒരു മരത്തിൻ്റെ നാച്ചുറലായിട്ടുണ്ടായ ഒരു ആളാണ്. ഇനി മൂപ്പര് വീട്ടിലൊരു മരം കൂടി പറയാലോ അല്ലേ, നാച്ചുറലായിട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ 2 വർഷം കൂടി വെയിറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പോയിട്ട് പറഞ്ഞത് സാബു ചേട്ടനെ ഊതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ 2000 കാലയളവിലാണ് ഈ ഊത് കൃഷിയെ പറ്റി കേൾക്കുന്നതും. മനോരമയിലൊരു ഫീച്ചർ വന്നിരുന്നു. ആ കാലത്ത് ഞാൻ അന്നൊക്കെ ഒരു തൈക്ക് 500 രൂപയൊക്കെ വിലയാണ്. അങ്ങനെ ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചതാണ്. ഒരു 7 മരം വെച്ചിരുന്നു. 2 മരം എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ നഷ്ടപ്പെട്ടു പോയി. ബാക്കി 5 മരം എനിക്കുണ്ട്. അതിലൊരു മരം എനിക്ക് ഈ ഒരു 2 വർഷമായി മുന്നേ 2 കവളയായിട്ട് പോയിട്ട് അത് ഒരു കാറ്റടിച്ചപ്പോൾ 2 കീറി വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഊതിൻ്റെ കാതൽ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബിലിടുകയും അന്നേരം തന്നെ ഇദ്ദേഹം എന്നെ അന്ന് ഗൾഫിലായിരുന്നു തോന്നുന്നു, ഗൾഫിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചു, സാബുചേട്ടാ. ഞാനത് സ്വന്തമായിട്ട് തന്നെ കുറച്ച് ചെത്തി വെച്ചു എൻ്റെ ഐഡിയക്ക്. ചെത്തിയപ്പോൾ അങ്ങനെ ചെത്തരുത്, അങ്ങനെയല്ല ചെത്തണ്ടിയ, ഞാൻ വന്നിട്ട് അത് എങ്ങനെയാണെന്ന് അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നിർത്തി വെക്കുകയും എല്ലാം ചെയ്തു. ബാക്കിയെല്ലാം ഫുള്ള് ഞാൻ ചെത്തി വെക്കുകയും പുള്ളി പറഞ്ഞ നിർദ്ദേശപ്രകാരം പിറ്റേ ദിവസം അവിടുന്ന് 2ാമത്തെ ദിവസം ഞാൻ നാട്ടിൽ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ അടുത്ത് വണ്ടി ഓടിച്ച് എൻ്റെ അടുത്ത് വരികയും ചെയ്തിരുന്നു. എന്നിട്ട് നമ്മളത് പറഞ്ഞു സാബു ചേട്ടന് ഒരു കർഷകൻ എന്നുള്ള ബേസിലല്ലോ ഫസ്റ്റ് നമുക്ക് പ്രൗഡ്ലി പറയാൻ പറ്റാവുന്ന ഒരാളാണ്. മൂപ്പര് സ്വന്തം ടൂൾ ഉണ്ടാക്കി, ആ ടൂള് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ടൂളും മൂപ്പര് ഉണ്ടാക്കി, മൂപ്പര് കാർവ് ചെയ്തു. മൂപ്പര് ആ കാർവ് ചെയ്ത് നാച്ചുറലായിട്ട് ഉണ്ടായതാ, അതിന് വാല്യൂ ഉണ്ടായിരുന്നു. മൂപ്പര് പറയാലോ അല്ലേ, നമുക്ക് GST ഒക്കെ നമ്മൾ പേ ചെയ്യുന്ന സാബു ചേട്ടൻ അല്ല, അത് പറയാം, GST ടാക്സ് ഒക്കെ പേ ചെയ്യുന്ന നമ്മൾ സാബു ചേട്ടൻ എന്ന കർഷകന് എന്താണ് കിട്ടി എന്നുള്ളത് ഇപ്പൊ ഊതുമായി ബന്ധപ്പെട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയണല്ലോ. സാബു ചേട്ടൻ എന്താ കിട്ടിയത് പറയാം. എനിക്ക് ആ മരത്തിൽ നിന്ന് എനിക്ക് 10.5 കിലോ ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടി. 10.5 കിലോ 2 കിലോ എടുത്ത 1,800 ലെവല് സെക്കൻഡ് ക്വാളിറ്റിയാണ് ആ സാധനം. അതായത് വൈറ്റ് കൂടിയത്
വെള്ള വുഡും കൂടെ കൂടിയ സൈസ് സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് ഞാൻ മാറ്റി വെച്ചു. അതായത് ശീരങ്ങളിൽ നിന്ന് ഈ നാച്ചുറൽ ആയതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ റൗണ്ടിൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കൂടുതൽ കിട്ടി. ഇതിനെക്കാട്ടിലും വലിയ വണ്ണം ഉണ്ടായിരുന്നു, മരമായിരുന്നു. ഇതേ മരം തന്നെയാണ്, മരം തന്നെ ഗ്രോത്തിൽ മാറ്റം. ഈ മരത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് അതായിരുന്നു, നല്ലൊരു റൗണ്ടിൽ വരുമെന്നുള്ളത്. നമുക്ക് ഇതും കൂടി കട്ട് ചെയ്തിട്ട് നോക്കാം. അങ്ങനെ ഞാനിത് കാർ ചെയ്തെടുത്തു. എൻ്റെ അടുത്ത് യൂട്യൂബ് കണ്ടുകൊണ്ട് ഒരു യൂട്യൂബ് എൻ്റെ അടുത്ത് അവർ വന്നിരുന്നു. എന്ന് പറയുന്ന ആൾ വന്ന് അവർ ചെയ്തു. ആ ഇടയ്ക്ക് കുറേ പേര് ഗൾഫിൽ പോകുന്നവർ അറബിക്ക് സ്പോൺസർ അറബിക്ക് കൊടുക്കാനായിട്ട് 100 ഗ്രാം 50 ഗ്രാം ഒക്കെ ആയിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഗ്രാമിന് അന്ന് 150 രൂപ കിലോയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ സാധനം പുള്ളിക്ക് കൊടുത്തതും ഞാൻ എല്ലാവർക്കും കൊടുത്തതും ചില്ലറ കൊടുത്തതും ഹോൾസെയിൽ കൊടുത്തതും 1.5 ലക്ഷം. നമ്മള് കുഴപ്പമില്ല, നമ്മൾ കച്ചവടം ഉള്ളത് പറയണത്. ഒരു മരത്തിൽ നിന്ന് സാബു ചേട്ടൻ എന്ത് കിട്ടിയെന്നുള്ളത് സാബു ചേട്ടൻ അല്ല, അങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇതിലേക്ക് വരാൻ ഇൻസ്പിറേഷൻ. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയതാണ് 100%. നിങ്ങൾക്ക് എപ്പോൾ വേണേലും എൻ്റെ വീട്ടിൽ വരാം. ഇപ്പോഴും അതിൻ്റെ കുറച്ച് പീസ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. പുള്ളിക്കാരൻ തന്നെ കുറച്ച് എൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അറബികൾ വരുമ്പോൾ ഒരു കർഷകന്റെ അടുത്ത് നിന്ന് എടുത്തതാണ്. നല്ല കർഷകൻ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കണ്ടേ? നല്ല ഗസ്റ്റുകളുണ്ട്, പുറത്തുനിന്ന് നമ്മളെ തേടിയ ആൾക്കാർ വരും. അവരെ കൊണ്ടുപോയിട്ട് ഓരോ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് അവരെ നമ്മൾ ഇതാ ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് നമ്മള് എത്ര പ്രാവശ്യം ഒരു വീട്ടിലേക്ക് അവിടെ വേറൊരു കർഷകരുണ്ട്, അവരുടെ വീട്ടിലേക്ക് എത്ര അറബികൾ വന്നെന്നുള്ളത് ചോദിച്ചു നോക്ക്. അത്രയധികം എൻ്റെ വീട്ടിലും 3-4 അറബികൾ വന്ന് നേരിട്ട് തന്നെ എൻ്റെ അടുത്ത് സാധനം എടുത്ത് പോയിട്ടുണ്ട്. അവര് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഗൾഫിൽ പോകുന്നവരും. ബാക്കി മിച്ചം ഉണ്ടായിരുന്ന 5.5 കിലോ സാധനം ഉണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ കൊടുത്തത്. അത് നമ്മള് നല്ല എന്താ പറയാ, നമുക്കത് വാല്യൂ ഉള്ള വുഡാണ്, നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുക. ഈ മരത്തിലും നമ്മൾ പ്രതീക്ഷിച്ച അതായിരുന്നു. അപ്പൊ ബാക്കിയുള്ള മരങ്ങളൊന്ന് പൂട്ടിട്ട് നല്ലതാണ്. അല്ല, അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയണോണ്ട് അല്ല വില എന്ന് പറഞ്ഞാല് അത് നമ്മളെപ്പോഴും ഊതുമായി ബന്ധപ്പെട്ടിട്ട് ലോക മാർക്കറ്റിനെ കാണണം. ലോക മാർക്കറ്റിൽ എന്താണ് ഊതിന്റെ വാല്യൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് നമ്മളെ നാട്ടിൽ ഇവിടെ അല്ല കച്ചവടം. ഫ്രാൻസ്, വിയറ്റ്നാം, തായ്ലാന്റ്, ചൈനക്കാരൊക്കെ ഇതിന്റെ അതെ 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 അതെ. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേരളത്തിൽ അതിന്റെ ഒരു സാധ്യത കൂടണം. ഇന്ത്യൻ ഊതിനാണ് വാല്യൂ കൂടുതൽ. ഇന്ത്യൻ ഊതിനാണ് ഏറ്റവും നല്ല പ്രീമിയർ ക്വാളിറ്റി ഉള്ളത്. ഇന്ത്യൻ ഊതിനാണ്. പിന്നെ കുറെ പ്രൊഡക്റ്റ് അറിയാലോ, നമ്മളെ പ്രൊഡക്റ്റിന് നല്ല വാല്യൂ. നമ്മളത് കാണുന്നില്ല. അത് നമ്മളെ കേരളത്തിലാണെങ്കിലും ഊതിന് നല്ല സാധ്യത ഉണ്ട്. അത് നമ്മൾ ക്ലിയർ ആയിട്ടും നിങ്ങളെ സമയമൊക്കെ കിട്ടുമ്പോൾ ഈ പ്രോസസ്സിനൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വരുന്നത് ആൾക്കാരെ കാണിക്കാം. അത് കംപ്ലീറ്റ് ആയിട്ടും ഹംസക്കയുടെ പാർട്ടിൽ ഉണ്ടായിരിക്കും. അത് 100% ഡോക്ടർ അഞ്ചുമുക്കിൽ ഹംസ എന്ന് പറഞ്ഞ ആളുടെ പാർട്ടിൽ ആ സാധനം എന്തായാലും ഉണ്ടാവും. കാരണം ഇത് പ്രോസസ്സ് ചെയ്തിട്ട് എന്താ ഇതിൽ നിന്ന് കിട്ടുന്നതെന്നും ഇത് എന്തുകൊണ്ടാണ് നമ്മളിത് ഇതിനു വേണ്ടിയിട്ട് അതിന് റെഡി ആയിട്ടാണ് ഹംസക്ക. ഷാനിർ വരൂ, നമുക്കിത് മുറിച്ചിട്ട് ഇതിലൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്തൊക്കെ ഇത് ചെയ്യാൻ പറ്റും, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിതിന് പങ്കെടുത്തത്. അപ്പോൾ ഇത് ആൾക്കാർക്ക് ഗുണം കിട്ടട്ടെ, ആ ഒരു പാർട്ടിക്ക് ചിന്തിക്കും. ഇതിൻ്റെ അടുത്ത പ്രോസസ്സൊക്കെ ഇനി ഹംസക്കാട് വഴി പറയുന്നതാണ് നല്ലത്. ഇനാക്കുലേഷൻ ഇനിയുള്ള മരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എന്താക്കണം എന്നുള്ളതിനൊക്കെ കൃത്യമായിട്ടൊരു ഐഡിയ നമ്മളിപ്പോൾ ഹംസക്കാനായിട്ട് സംസാരിക്കുമ്പോൾ പറയാം. അതേപോലെ ബെറ്റർ ഉണ്ടാവും ഇൻഷാല്ലാ. അല്ല, ഇപ്പൊ ഇതുപോലെ ഊതുമരമുള്ള ഒരുപാട് വീടുകളുണ്ട്. അപ്പൊ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി എന്നുള്ളത് ഒരു സന്ദേശം കൊടുത്തൂടെ? ഒരിക്കലും ഞാനൊരു പാർട്ട് പറയാം. നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ നാളെ നമ്മളെ ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ ടൈം എടുക്കും, നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ടൈം എടുക്കും. ക്ഷമയോടെ വേണം. നമ്മളിപ്പോൾ ഈ ഒരു മരത്തിന് നമ്മൾ 1.5 വർഷം കാത്തിരുന്നു. നമ്മളൊരു തൈ നടുന്ന ആൾക്കാരാണ്. തൈ നട്ട് വലുതാൻ വേണ്ടി കാത്തിരിക്കും. അപ്പൊ നമുക്ക് പരിപൂർണമായിട്ട് ആവശ്യമുള്ളത് ക്ഷമയാണ്. പിടിച്ചിട്ട് ഉള്ള പാർട്ടികൾ നമ്മളില്ല. അപ്പോൾ അത് മനസ്സിലാക്കി കുറച്ച് സമയം തരണം. സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കമ്പനി എല്ലാ പാർട്ടിലേക്കും എത്തും. നമ്മൾ ഇനാക്കുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ സൗജന്യമായിട്ടാണ് എന്നുള്ളൊരു പാർട്ടിലേക്ക് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഹംസക്കയുടെ ചാനലിൽ അത് പറയും.
നമ്മളിവിടെ മുറിച്ചില്ലേ, ഇത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിന് എത്രത്തോളം കിട്ടും? അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ട് ഇതിൽ നിന്ന് അധികം ഊത് കിട്ടാൻ സാധ്യതയില്ല. ഇത് കൂടുതലും നമ്മൾ അത്തറിന് ഓയിൽ എടുക്കാൻ പറ്റും. ഓയിലിന് ബുഹൂർ ഉണ്ടാക്കാം. ഈ മരത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇല വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്. ഊത് എന്ന് പറയുന്ന സംഭവം എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ എൻ്റെ അടുത്ത് അറിവ് വന്നു ചോദിക്കാം, ഞങ്ങൾ ഈ വിലക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്ന എനിക്ക് വട്ടമല്ലെന്ന് തോന്നുകയല്ലേ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇത്രയും വലിയ വിലയ്ക്ക് സാധനം എടുത്ത് വെച്ച് കൊണ്ട് ചുമ്മാ പോയിക്കാനായിട്ടാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഈ ഊതിനെ സംബന്ധിച്ച് ഊതിന്റെ പുക കൊള്ളുന്നത് ഇത് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത് നമുക്ക് തരുന്നത്. അത് എന്നെക്കാട്ടി കൂടുതൽ പ്രവാസികൾക്ക് കൂടുതൽ അവർക്കറിയാം. അതുകൊണ്ട് ഇതിന്റെ എല്ലാ സാധനവും ഒരു സാധനം ഇതിന്റെ വേസ്റ്റ് നാളികേരത്തിന് തെങ്ങിന്റെ എല്ലാ കാര്യവും ഇതിനെക്കാട്ടിലും ഉപകാരമാണ്. ഇതിന്റെ ഒരു സാധനം കളയാണ്ട്. പക്ഷെ അത്ര എടുക്കുന്ന ഫാക്ടറികൾ വരണം നമ്മുടെ നാട്ടിൽ. എന്നാൽ മാത്രമേ ശരിക്കും എനിക്ക് ഇതിന്റെ 4 ഇരട്ടി കൂടുതലുള്ള ഇതിനുള്ള ഓയിൽ എടുക്കാനുള്ള സാധനം എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇച്ചിരി കൂടെ എത്ര മരം ഉണ്ടായിരുന്നു? ആ മരം ക്ലിയർ ആയിട്ട് നമുക്ക് ഓയിൽ കിട്ടുന്ന മരമായിരുന്നു. ഇപ്പൊ നമ്മള് കീപ്പ് ചെയ്തിട്ടുള്ളത് മൂപ്പരെന്നുള്ള കുറെ പാർട്ട് നമുക്ക് കീപ്പ് ചെയ്തിട്ടുള്ള ഓയിൽ എടുക്കാനാണ്. നാച്ചുറൽ ആയിട്ടുള്ള മരം. അതിനെപ്പോഴും വാല്യൂ ഉണ്ട്. അതിനെപ്പോഴും വാല്യൂ ഉണ്ട്. അത് അപ്പോൾ 5.5 കിലോ നമ്മളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ 5.5 കിലോ നമ്മളത് ഓയിൽ എടുക്കാന്നുള്ള അതിലൊരു 1 കിലോനൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് സെയിൽ ചെയ്യാൻ വേണ്ടി. ബാക്കിയുള്ളത് ഓയിലിന് നമ്മൾ ആ വിലക്ക് കൊടുക്കുന്നെങ്കിലും അത് ആ വിലക്കൊന്നും ഷോപ്പിൽ ചെന്നാൽ ഒരിക്കലും കിട്ടില്ല. നാച്ചുറൽ സാധനമാണ്. എനിക്ക് വെക്കുന്ന നമ്മളൊരു കൃഷിക്കാരനാണ് ഞാൻ. നമ്മള് എല്ലാ ഒരു മരം വെട്ടിയിട്ടുള്ളൂ. ഒരു മരം മുറിച്ചിട്ട് ഇനി 3-4 മരം കൂടെ. ഈ ഊതിൽ എത്ര ഇങ്ങനെ എന്താ പറയാ ഇതുണ്ടാവില്ല ഏറെ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു കർഷകനാണ്. അന്ന് ഊതിനെ പറ്റി കേട്ടിരുന്നു. ഞാൻ അങ്ങനെ തൈ മേടിച്ചു വെച്ചു. ഇതേപോലെ അച്ചായന്റെ ഇതേപോലെ നമ്മളിത് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചതാണ്. ഈ മരത്തിൽ ഫുൾ ആയിട്ട് അങ്ങനെ കാണുമെന്ന് അതിങ്ങനെ സ്ലൈസ് ആയിട്ട് കിട്ടിയല്ലേ? അതെ 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 അതെ. ഇതാണ് സാധനം. സ്മെൽ ഉണ്ടാവും. ആ സ്മെൽ ഉണ്ടാവും. പുകയിച്ചാല് ഇത് ഇവിടെ ഇനാക്കുലേറ്റ് ചെയ്ത വുഡാണ്. നമ്മളെ നാട്ടിൽ അല്ല നമ്മൾ ചെയ്തല്ല, വേറെ ആൾക്കാർ ചെയ്ത് നമ്മളാണ് ഇനാക്കുലേറ്റഡ് വുഡാണ്. ഇത് നാച്ചുറൽ ആണ്. ഇതിന് നല്ല വാല്യൂ ഉണ്ട്. രണ്ടിനും സ്മെല്ലിൽ മാറ്റം വരുമോ? സ്മെല്ലിലും ക്വാളിറ്റിയിലും മാറ്റം ഉണ്ടാവും. നല്ല മാറ്റം ഉണ്ടാവും. ഇതൊക്കെ കേരളത്തിന്റെ ഊതാട്ടോ. ഈ കർഷകനൊക്കെ എന്ത് നമ്മൾ സൊല്യൂഷൻ കൊടുത്തിട്ടില്ല. നമ്മൾ ആ പാർട്ടിൽ ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അംസക്കാട് ചാനലിൽ ഉണ്ടാവും. ആർക്കൊക്കെ എങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്ത് എന്തൊക്കെ കിട്ടുന്നു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ഒരു കർഷകന് എന്ത് കിട്ടും എന്നുള്ളത് നമ്മൾ കാണിക്കും. അത് തുറന്ന് കാണിക്കും. ഇത് ഓരോ വീട്ടിലും നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ്സ് ചെയ്യാവുന്ന എളുപ്പത്തിലായിരിക്കും നമ്മൾ ആ പ്രോസസ്സൊക്കെ കാണിക്കുക. അപ്പോൾ അതിനുള്ള ഗുണം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് ചെയ്യാൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. പല ബോറൊക്കെ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ട്. കുറേ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഓരോരുത്തർ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. അവർക്കുള്ള ഫെസിലിറ്റിയിൽ ആ സാധനം ഉണ്ടാക്കുക. അപ്പോൾ ഇത് അവിടെ കിടക്കുന്ന ആ ഈ പൊടി മതി അത് ചെയ്യാൻ. ഈ മറ്റേ കർവ് ചെയ്യുന്ന പ്രോസസ്സിംഗ് പറയുന്നത് ഇവ ആസാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പാർട്ട്ണറാണല്ലേ? ആൾ ആസാമിയാണ്. ആസാമെന്ന് ഒറിജിനലായിട്ട് ഇറക്കുമതി ചെയ്തതാണ്. ഷോപ്പിൽ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവന് കാടുകളിലൊക്കെ അവിടെ ഇതന്നെ ആയിരുന്നല്ലോ അവന്റെ വർക്കല്ലേ. അവനിപ്പോ ഇതിങ്ങനെ ചെയ്യാണ്. ഇതിങ്ങനെ കർവ് ചെയ്ത് അതിന്റെ അതൊക്കെ ഒഴിവാക്കിയിട്ട് അതിന്റെ സാധനം ആ മെറ്റീരിയൽ മാത്രം അത് മാത്രം അതിനുള്ള കൂടുതൽ വില ഈ എടുക്കുന്ന സാധനം. കുഞ്ഞു കുട്ടിയാകുമ്പോ തന്നെ തുടങ്ങിയതാണ്. പിന്നെ വളർന്നത്. ഇവര് നമ്മളെ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് കച്ചവടത്തിൽ ഉഷാറുണ്ടാവുള്ളൂ. ഇവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവര് എത്രത്തോളം ഉണ്ടാവുന്നു അത് തന്നെയാണ് നമ്മളെ സ്ട്രെങ്ത്. ഇത് എക്സ്പെൻസ് ആവാനുള്ള മെയിൻ കാരണം തന്നെ ഇത് കർവ് ചെയ്യാനുള്ളൊരു ടൈമാണല്ലേ? ഈ നാച്ചുറൽ ഇതിപ്പോ തീ ഇട്ടാണെങ്കിൽ സ്മെല്ല് നമുക്ക് ഇപ്പൊ തന്നെ കിട്ടൂല. നല്ല വാല്യുള്ള പീസാട്ടോ. ആ സ്മെല്ല് ആരെ കയ്യിലാണ് ആ സ്മെല്ല്. ഒരു ഡൗട്ട്, നിങ്ങൾ പഴയ വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. ഇതൊക്കെ വെറുതെ വേസ്റ്റ് ആണ്, കത്തിക്കാൻ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് അറിയണം. അവർക്കൊരു മറുപടി ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുമോ? ഇതിപ്പോൾ ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്നത് വെട്ടിയപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ഊത് വീട്ടിലുള്ള 20-30 കൊല്ലക്കാലം ഊത് വീട്ടിലുള്ള ആളുകൾ അവിടെ എത്തിയത് അവർക്ക് വലിയൊരു ആശ്വാസമായി.
അതോടുകൂടി നമ്മുടെ ഈ ഊത് വെട്ടുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് ഇതിലിപ്പോൾ കുറേശ്ശെ അവർ കണ്ടിട്ടുണ്ട്, അധികമൊന്നുമില്ല, ഇനി ഒരു മരം വെട്ടാനും കൂടി ഉണ്ട്. ഇത് വെച്ചിട്ട് അവരത് വാറ്റിയെടുത്തിട്ട് അതിന് അത്തറ് വേർതിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും അവരെടുത്ത് എത്തിയിട്ടുണ്ട്. ചൈനയിലൊക്കെ ഇതിനേക്കാളും വലിയ ടെക്നോളജി ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്തരം ഇരുന്ന് എടുക്കാം എന്നവർ 100% കോൺഫിഡൻസിലാണ് അവർ പോകുന്നത്. ഒന്ന്. രണ്ടാമത് നമ്മൾ അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് കത്തിച്ചപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ഊതിൻ്റെ പാർട്ടിൽ നിന്ന് മണം കിട്ടിയിട്ടുണ്ട്. ഇത്ര ആളുകൾ സാക്ഷിയാണ്. അപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായി. രണ്ടാമത് ആ വേസ്റ്റ് ചണ്ടി എന്ന് പറയുന്ന സാധനത്തിനെ ബുഹൂറാക്കിയിട്ട് പുകച്ചു വേറൊരു വീട്ടിൽ നിന്ന് കൊടുന്നതാണ് ഇവിടെ നമ്മൾ ആ പുകച്ചത്. എല്ലാവർക്കും ആ മണം ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തതല്ല, പുറത്തുനിന്ന് ആരോ ഉണ്ടാക്കി കൊടുന്നിട്ട് എല്ലാം നല്ല സ്മെല്ല്. ആ സ്മെല്ലിട്ട് ആൾക്കാർ ഓടി വന്നിട്ട് തന്നെ. അപ്പോൾ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു. അതോടൊപ്പം ഒരു അച്ചായൻ്റെ വീട്ടിൽ ഞാൻ പോയതാണ്, അടിവാരത്ത് വയനാട്ടിൽ. വീഡിയോ കണ്ടല്ലേ? അദ്ദേഹം അത് വെട്ടിയിട്ട് അതിൽ നിന്ന് എടുക്കുന്നതും അത് വിൽക്കുന്നതും അത് വാങ്ങുന്നതും ഞാൻ സാക്ഷിയാണ്. അപ്പോൾ ഇവിടെ സക്സസ് ആകും. പക്ഷേ ആരതൊക്കെ സക്സസ്, ഏത് മരുന്ന് ഫലിക്കും, ഏത് ട്രീറ്റ്മെൻറ്റ് ഫലിക്കും, അതൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. എനിക്ക് വിമർശകർ എന്ന് പറയുന്ന ആൾക്കാരില്ല. അവരൊക്കെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. അതിന് നമ്മൾ മാനിച്ചു. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ടെക്നീഷ്യനെ, ഒരു എഞ്ചിനീയറെ വേറൊരു എഞ്ചിനീയർക്ക് കണ്ടുകൂടാ. അവരെന്ത് ചെയ്താലും അത് അംഗീകരിക്കില്ല. ഒരേ പുസ്തകമായിരിക്കും രണ്ടാളും വായിച്ചതെങ്കിലും മാനസികമായി അംഗീകരിക്കില്ല. എന്ന പോലെ ഒരു സീക്രട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾ അതേ സീക്രട്ട് ബിസിനസ് ചെയ്യുന്ന മറ്റൊരാൾ അംഗീകരിക്കില്ല. ആ ഒരു തർക്കമാണ് ഇവിടെ ഈ കാണുന്നതും കേട്ടതൊക്കെ. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ട് എടുത്താൽ മതി. അതിലൊന്നും ഞാൻ ഉൾപ്പെടില്ല, എനിക്കിതിലൊന്നുമില്ലല്ലോ. കാലം തെളിയിക്കും. അതാണ്, എല്ലാം കാലം തെളിയിക്കും, അത്രേ ഉള്ളൂ. ഏതായാലും ഈ ഊത് വളരട്ടെ, ഈ മേഖല വളരട്ടെ, വലിയ സാധ്യതയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൽ ഒന്നും വേസ്റ്റ് ഇല്ല എന്നാണ് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയത്. ഇല വരെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. എത്ര വർഷമായി? 22 കൊല്ലായി. അന്ന് നിങ്ങൾ അംസക്കാക്ക് ഈ തൈ തന്ന ആൾ ഈ വീഡിയോ കാണാണെങ്കിലേ പടച്ചോനെ, ഞാൻ അയാളെ പൊന്നുപോലെ സ്വീകരിച്ച് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കും അയാൾക്ക്. ഉറപ്പാ. അന്ന് ഓർമ്മ ഉണ്ടാന്ന് അറിയില്ല സഹോദര, ആരെങ്കിലും, എനിക്കൊന്നും അറിയില്ല. അന്ന് ആ തെയ്യ് അതൊക്കെ അറിയാം. 2004 കോട്ടക്കല് PM ഓഡിറ്റോറിയത്തില് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ സ്പിരിറ്റ് എന്ന പേരിൽ, സ്പിരിറ്റ് അല്ല, അന്നൊരു വാർഷികമാണ്, ഞങ്ങളുടെ ഒരു വാർഷികം, ഒരു പ്രോഗ്രാം, സ്പിരിറ്റിനെ തോന്നുന്നു എന്തോ ഒരു പ്രോഗ്രാം PM ഓഡിറ്റോറിയത്തിൽ നടത്തി. അന്നൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ആ എക്സിബിഷനിൽ വന്ന ഒരു പ്രായം, വലിയ പ്രായം അത്രയൊന്നുമില്ല, ഒരു 19 വയസ്സ് തോന്നിക്കുന്ന അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ അടുത്തൊന്ന് ബന്ധപ്പെടണം എങ്ങനെങ്കിലും ആയിട്ട്. ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി ചോദിച്ച ആരും, മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി. വെള്ളിയാഴ്ച ഞാൻ വീട്ടിലുണ്ടാവും. ആ സഹോദരൻ വന്നാൽ പൊന്നുപോലെ ഞാൻ സ്വീകരിക്കും. ഇത് ഇപ്പോൾ ഈ മരം കട്ട് ചെയ്യുമ്പോൾ കിട്ടിയ പൊടികളാണ്. ഇത് നമുക്ക് ഇതിപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാം ഉണ്ടാവും. ഇത് നമുക്കിതിൽ ഒരു 50 ഗ്രാം കൊന്തിരിക്കും, പിന്നെ ഒരു ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്രാഗ്രൻസ് അതും മിക്സ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടാക്കാം. ഇത് മാർക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഒരു പ്രോസസ്സുണ്ട്, അതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാവുന്ന, നാച്ചുറലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പാർട്ടാണത്.